പറഞ്ഞമെടുത്ത പല്ലവികൾ മാത്രമേ നിനക്കിനി പറയാനുള്ളൂവെങ്കിൽ ഞാനിനി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, തകരുന്നത് 2 കുടുംബങ്ങളാ, കുറെ ജീവിതങ്ങളാ. ഗംഗ അവൾ എനിക്കെല്ലാമാണെങ്കിലും ശാലിനിക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചെന്നുള്ള കാര്യം നിനക്കറിയാം. എന്നാൽ ഇന്ന് ഗംഗയുടെ ഭാവി ജീവിതത്തെ കരുതി നീ ചെയ്തു പോയി എന്ന് പറയുന്ന മഹാ അപരാധത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന മുഴുവൻ എന്റെ ശാലിനിയാ. ശ്യാമേട്ടാ, നിനക്ക് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാവാം. പക്ഷെ എന്റെ ശാലിനിയുടെ ജീവിതം തകരുന്നത് കാണാൻ എനിക്കാവില്ല. അതിന്റെ പേരിൽ ഒരുപക്ഷെ നിന്റെ സഹോദരിയുടെ ജീവിതത്തിന് നീ വില കൊടുക്കേണ്ടി വന്നേക്കാം. ശ്യാമേട്ടാ, നിന്റെ ഈ വിളിയിൽ പലപ്പോഴും അലിഞ്ഞു പോയതാണ് എന്റെ തെറ്റ്. നീ സ്വാർത്ഥനാണ്. എല്ലാവരുടെയും മുമ്പിൽ മനസ്സാക്ഷിയുടെ പേരും പറഞ്ഞ് നീ അഭിനയിക്കുകയാണ്, സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഞാനോ? രക്ഷപ്പെടാനായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഈ മാർഗം തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ശ്യാമേട്ടാ? എല്ലാം ഏറ്റുപറഞ്ഞ് ഈ ഇരുമ്പഴികൾക്കുള്ളിൽ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അതാണ് നിന്റെ സ്വാർത്ഥതയെന്ന് ഞാൻ പറഞ്ഞത്. സഹോദരിയോടുള്ള നിന്റെ ആത്മാർത്ഥ സ്നേഹം, സഹോദരിയുടെ ഭാവി ജീവിതം തകരുതെന്ന നിന്റെ നിർബന്ധം, അതിനുവേണ്ടി ശാലിനെ പോലും നീ കണ്ടില്ല നടിക്കല്ലേ? അതുകൊണ്ടല്ലേ അപ്പീലിന് പോകാൻ പോലും നീ കൂട്ടാക്കാത്തത്? ശ്യാമേട്ട എന്തൊക്കെയാ പറയുന്നത്? ഗംഗേച്ചിയെ പോലെ തന്നെയാ എനിക്ക് എൻ്റെ ശാലു. ഇല്ല, ഇനി ഞാനത് വിശ്വസിക്കില്ല. എന്റെയും ഗംഗയുടെയും ജീവിതത്തിലേക്ക് ഒരിക്കലും രേണുകയുടെ നിഴൽ വീഴണമെന്ന് നീ ആഗ്രഹിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലും നീ അത് തന്നെ ആഗ്രഹിക്കുന്നു. ഇല്ല ശ്യാമേട്ട. എങ്കിൽ പറ, എന്റെ കുഞ്ഞെവിടെ? നിനക്കറിയാവത്? നിനക്കറിയാവുന്ന എനിക്ക് ഉറപ്പാ. ഇല്ല ശ്യാമേട്ട, സത്യമായിട്ട് എനിക്കതറിയില്ല. ഗിരി, നീ എന്നോട് നുണ പറയരുത്. അതോ രേണുകയെ പോലെ നീ എന്റെ കുഞ്ഞിനെയും? ശ്യാമേട്ട, ഇല്ലെങ്കിൽ പറ, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിപ്പോ എവിടെയാണ് നീ എന്നോട് പറ. ഞാൻ പറഞ്ഞില്ലേ ശ്യാമേട്ട, അയാളാണ് എന്നോടത് പറഞ്ഞത്, ആ അയ്യർ. അയ്യർ വീണ്ടും ഇവിടെ വന്നിരുന്നു. ശ്യാമേട്ടൻ വരുന്നതിന് തൊട്ടുമുമ്പാ അയാൾ ഇവിടെ നിന്ന് പോയത്. പണം കൊടുത്ത കുഞ്ഞിനെ കാട്ടിത്തരാമെന്ന് അയാൾ എന്നോട് വീണ്ടും പറഞ്ഞു. അയ്യർ അയാളാണോ ഇപ്പോ ഇവിടുന്ന്? അതെ, അയാൾ തന്നെ പോയത്. വാലിന് തീ പിടിച്ചു, ഇനിയാണ് ലങ്കാദഹനം. സർ, സർ, എന്താ ശ്യാം? ഞാൻ കണ്ടു സർ, ഞാൻ അയാളെ കണ്ടു. ആരെ? ആ അയ്യങ്കാരെ. അയാൾ പറഞ്ഞതൊക്കെ ശരിയാണ് സർ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെയൊക്കെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. ഓഹോ, അയാൾ അങ്ങനെ ശ്യാമിനോട് പറഞ്ഞോ? അയാളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സർ. ഇല്ലെങ്കിൽ ഞാൻ അയാളെ കൊണ്ടെല്ലാം പറയിപ്പിച്ചേനെ. എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് ഞാൻ അയാളെ കൊണ്ട് പറയിപ്പിച്ചേനെ. അപ്പോ ശ്യാം അയാളെ കണ്ടില്ലേ? കണ്ടു, സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അത് അയാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല സർ. ഗിരി പറഞ്ഞപ്പോഴാണ്. പക്ഷെ അപ്പോഴേക്ക് അയാൾ പോയി കഴിഞ്ഞിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ഞാൻ അയാളെ തിരിച്ചറിയും. എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അതിനി അയാൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നാലും ശരി.
ഇപ്പൊ എടുത്തിയാടി ഒന്നും ചെയ്യരുത് ശ്യാം. വരട്ടെ, എന്താ വേണ്ടതെന്ന് നമുക്ക് സാവകാശം ആലോചിച്ച് ചെയ്യാം. ഹ, എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല സാർ. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം. ഇനി അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് കരുതി ഇത്ര ആവേശം നല്ലതല്ല ശ്യാം. അല്ല, സാറെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? സാറിനെന്താ പെട്ടെന്നൊരു മാറ്റം പോലെ? മാറ്റമോ? എനിക്കോ? എനിക്കെന്ത് മാറ്റം? ക്രിമിനൽസുമായിട്ടുള്ള കളിയാവുമ്പോ നമുക്ക് കുറച്ച് കരുതലൊക്കെ വേണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അയാൾക്ക് ആവശ്യം പണമാണ് സാർ. അത് കൊടുക്കാൻ ഞാൻ ഒരുക്കുവാണ്. പിന്നെന്താ? ശ്യാം, താൻ ഒരു അഡ്വക്കേറ്റാണ്. ക്രിമിനൽസിനെ പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണോ? അഡ്വക്കേറ്റ് ആയിട്ടല്ല, ഒരച്ഛനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചുകൂടെ ശ്യാം? സാർ എന്താ ഈ പറയുന്നത്? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ആ അയ്യങ്കാരെ കണ്ടുപിടിക്കുന്നത് വരെ എനിക്കിനി ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഇറങ്ങുന്നു സാർ. അല്ല, താൻ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്കൊന്ന് രണ്ട് പേരെ കാണാനുണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ശരി സാർ. പറയുന്ന ആളെന്താ ചെയ്യുന്നത്? സത്വഗുണത്തെ ഉദ്ദേശിച്ച് അയ്യോ അങ്ങനെ നിൽക്കുന്നു അറിയില്ലേ, ഞാനൊക്കെ കേട്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. പറയുന്ന ആളെന്തോടെ അവിടെ ക്രിയേറ്റിവിറ്റിയുടെ അക്ഷരം പറയുക, എഴുതുക. അപ്പൊ കാപ്പി എടുക്കട്ടെ പപ്പ? വേണ്ട, നീ അവിടെ ഇരുന്നേ. സംഗതികളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണല്ലോ മോളെ. എന്താ പപ്പ? ആ ശ്യാമേ എന്തിനൊക്കെയോ ഉള്ള പുറപ്പാടിലാണ്. പപ്പ പറയുന്നത്? ശ്യാം ആ അയ്യരെ തിരിച്ചറിഞ്ഞു. ശ്യാം അയാളെ തേടി ഇറങ്ങിയിരിക്കുക. കണ്ടുപിടിച്ച ഒരുപക്ഷെ ഒക്കെ അയാൾ അറിയും. പപ്പ, ഞാൻ തടഞ്ഞു നോക്കി, പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ ശ്യാം അതൊന്നും കേൾക്കാനുള്ള സാവകാശം കാട്ടിയില്ലെന്ന് തന്നെയല്ല, അയാൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: അയാളുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കുക. പപ്പ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഐ ആം ഹെൽപ്ലെസ്. ഇപ്പൊ തന്നെ ശ്യാമിന് എന്നെ സംശയമുള്ളതുപോലെ. കൂടുതൽ എതിർത്താൽ അയാളുടെ ഡൗട്ട്സ് ബലപ്പെടുകയുള്ളൂ. സ്നേഹമുള്ള കാര്യത്തിൽ അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും? പറയാൻ പറ്റില്ല. അയാൾ ചിന്തിക്കുന്ന എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനി എന്ത് ചെയ്യും പപ്പ? പണം കൊടുത്ത ആ അയ്യരെല്ലാം അയാളോട് തുറന്നു പറയും. അതിനു മുമ്പ് നമുക്ക് അയ്യരെ കാണാൻ കഴിഞ്ഞാൽ? കണ്ടിട്ട് ശ്യാം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ കൊടുത്ത ഒരു പക്ഷേ അയാൾ... ക്ലാരേ, നീ എന്തായി പറയുന്നത്? അയാൾ ആവശ്യപ്പെടുന്നത് ലക്ഷങ്ങളായിരിക്കും, ലക്ഷങ്ങള്. പ്രത്യേകിച്ച് വില പേശാൻ ഇരുപുറവും ആൾക്കാർ നിൽക്കുമ്പോ. വേണ്ട മോളെ, നീ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. വേണം പപ്പ, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ മോള് നഷ്ടപ്പെടും. പക്ഷേ അതിന് നമ്മൾ ഇവിടുന്ന് പണം കണ്ടെത്തും. പപ്പ എനിക്കത് സംഘടിപ്പിച്ച് തരണം, തന്നേ പറ്റൂ. ക്ലാരേ, അതിനും മാത്രം പണം എന്റെ കയ്യിൽ, അതും ഇത്ര പെട്ടെന്ന്? എനിക്കതൊന്നും അറിയില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ സംരക്ഷിച്ചേ പറ്റൂ. അതിന് പപ്പ എന്നെ സഹായിച്ചേ തീരൂ. പപ്പയ്ക്ക് മാത്രം ഇനി അതിന് കഴിയൂ. പ്ലീസ് പപ്പ, പപ്പ എന്നെ കൈയൊഴിയരുത് പ്ലീസ്. ഇല്ല മോളെ, ഈ കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. നീതിബോധമുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ. ക്രിമിനൽസിന് പണം കൊടുത്ത് ഒരിക്കലും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോ ശ്യാം അതിന് തയ്യാറാകുന്നതോ? അയാളും ഒരു അഭിഭാഷകനല്ലേ? അയാൾക്കും ഇല്ലേ നീതിബോധം? നീതി നിയമമെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ പപ്പ? ഇതേ നിയമത്തിന്റെ പിൻബലത്തോടെ ഒരു നിരപരാധിക്ക് പോലും പപ്പ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടില്ലെന്ന് പറയാമോ?
ഒരു കുറ്റവാളിയെ പോലും സംരക്ഷിച്ചിട്ടില്ലെന്ന് പറയാമോ? വിജയത്തിന്റെ പട്ടികയിൽ സംഖ്യകൾ കൂടുമ്പോ പാപത്തിന്റെ കറ പുരണ്ട പച്ച നോട്ടുകൾ എണ്ണി വാങ്ങിയിട്ടില്ലെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പപ്പയ്ക്ക് പറയാമോ? മോളെ, കോടതിയിൽ തെളിവുകൾക്കായിരുന്നു പ്രസക്തി. അതെ, തെളിവുകൾക്കാണ് പ്രസക്തി. തെളിവുകൾക്ക് മാത്രമാണ് പ്രസക്തി. പപ്പ പറഞ്ഞത് ശരിയാ. ഇനി അയ്യരെന്നല്ല, ആരൊക്കെ പറഞ്ഞാലും സ്നേഹമോൾ ശ്യാമിന്റെ മകളാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? അയാൾക്ക് എങ്ങനെ അത് തെളിയിക്കാൻ പറ്റും? ഓക്കെ, ഞാൻ നിഷേധിച്ചാലോ? ക്ലാരേ, നിഷേധിക്കും. ഞാൻ എല്ലാം നിഷേധിക്കും. മദർ എന്നെ ചതിക്കില്ല. പക്ഷെ പപ്പ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഞാൻ പറയുന്നത് വരെ ആരോടും ഒന്നും പറയില്ലെന്ന് പപ്പ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. വരട്ടെ, എല്ലാം അറിഞ്ഞുകൊണ്ട് അവകാശവാദമായ അയാൾ വരട്ടെ. കുഴയാൻ പോകുന്നത് നമ്മളാണല്ലോ അച്ചായ. ആ ശ്യാമിന്റെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ഇത്രയും കാലം നമ്മൾ അയാളെ പൊട്ടം കളിപ്പിക്കായിരുന്നു ശ്യാമിന് തോന്നൂലേ? നമ്മൾ എന്ത് മറുപടി പറയും? മുഖത്ത് നോക്കുന്നതിലോ മറുപടി പറയുന്നതിലോ ഒന്നും അല്ലല്ലോ മോളിക്കുട്ടി കാര്യം. നമ്മുടെ പ്രതീക്ഷകളൊക്കെ വീണ്ടും മങ്ങുകയല്ലേ? സാവകാശം എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പം അവൾ വല്ലാതായിട്ടുണ്ടാവും. അതാ. ശ്യാം എല്ലാം മനസ്സിലാക്കി ഉടനെ കയറി വന്നാലോ? അപ്പോ ആകെ കുഴപ്പമാവില്ലേ മോളി?